നരകം നരകം നരകമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം സ്വർഗത്തെക്കുറിച്ച് ആളുകൾക്ക് പ്രതീക്ഷ നൽകുക. അള്ളാഹു ക്രൂരനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആളുകളെ പഠിപ്പിക്കുക. അതാണല്ലോ യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. 99 ആളുകളെ കൊന്ന ഒരു വ്യക്തിക്ക് പാപമോചനമുണ്ട് എന്ന് പഠിപ്പിച്ച കഥ നമുക്ക് പറഞ്ഞു തന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് നൽകേണ്ടത്. നീ തീർന്നടാ, നീയൊക്കെ ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന ഹോപ്പ്, പ്രതീക്ഷ അവർക്ക് പകർന്നു നൽകുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ല. സ്വന്തത്തോട് തന്നെ അമിതമായി ആക്രമണം ചെയ്ത് പാപം ചെയ്ത് അതിര് കവിഞ്ഞ അടിമയോടാണ് അള്ളാഹു പറയുന്നത്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടേണ്ട, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്, ഹോപ്പാണ്. ഏത് ദുരന്തത്തിൽ ചെന്ന് വീണ ആളുകൾക്കും രക്ഷപ്പെടുവാനുള്ള ഒരു വഴി അവിടെ ബാക്കിയുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇസ്ലാമിന്റെ പ്രസക്തി.